നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ പഞ്ചായത്തിൽ UDF പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിലും പട്ടികജാതി വിഭാഗങ്ങൾക്കടക്കമുള്ള വിവിധ ക്ഷേമ പദ്ധതികളും ആനുകൂല്യ വിതരണവും മുടങ്ങുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. പാർലമെന്ററി പാർട്ടി നേതാവ് VK മനോഹരൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥന്മാരില്ല, സെക്രട്ടറി ഇൻചാർജ് ആവണം, സൂപ്രണ്ടില്ല, അക്കൗണ്ടന്റ് ഇല്ല, സ്ഥിരമായ കൃഷി ഓഫീസറില്ല, സ്ഥിരമായ സബ് ഇൻസ്പെക്ടർ ഇല്ല, പിന്നെ ഓഫീസർമാരില്ല. 14 കോടി വർക്കെടുത്തുകൊണ്ട് വെച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാർ ഏരിയ ഓഫീസിലില്ല. എല്ലാം കൊണ്ടും താറുമാറായി കിടക്കുക. ഭരണസ്തംഭനം. വീടുകളൊക്കെ പെർമിറ്റ് കൊടുക്കില്ല, പെർമിറ്റ് കൊടുക്കാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, വീട് അനുവദിക്കണില്ല. എല്ലാ അർത്ഥത്തിലും പാടേ പരാജയം, അമ്പേ പരാജയം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ കാര്യമാത്രം പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വ്യക്തതയില്ലാതെ തീരുമാനങ്ങൾ എഴുതാനിരിക്കുകയും അതിനുശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തോന്നിയ പോലെ ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറികളൊന്നും ചെയ്യാൻ അധികാരമില്ല സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക്. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീർഘനാളുകളായി പഞ്ചായത്ത് ഓഫീസിൽ എത്താതിരിക്കുന്നതിനാലും ഭരണകക്ഷിയിലെ അംഗങ്ങൾക്കിടയിലുള്ള അസ്വാരസ്യവുമാണ് ഭരണസ്തംഭനത്തിനും ക്ഷേമ പദ്ധതികൾ മുടങ്ങാനുമുള്ള പ്രധാന കാരണങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ അംഗവുമായ CK പുഷ്പൻ അധ്യക്ഷത വഹിച്ച ഉപരോധ സമരത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ അഗസ്റ്റിൻ, ഇബ്രാഹിം കുട്ടി, സിനി മനോഹരൻ, എലിസബത്ത് സേവ്യർ, സുമാ ജയകുമാർ, MN സിമിൽ, PR ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും അംഗങ്ങൾ നടത്തി. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.